സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നിലമ്പൂരിലെത്തിയ എം സ്വരാജിന് പിറന്ന മണ്ണ് വളരെ ആവേശത്തോടു കൂടിയായിരുന്നു വരവേൽപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം M വിജയരാഘവന്റെ നേതൃത്വത്തിൽ 10,000-കണക്കിന് പ്രവർത്തകരും സാധാരണപ്പെട്ട ആളുകളുമൊക്കെ സ്വരാജിനെ നിലമ്പൂരിൽ റെയിൽവേ സ്റ്റേഷൻ തുടക്കം, അതായത് റെയിൽവേ സ്റ്റേഷൻ മുതൽക്ക് ഇങ്ങോട്ട് സ്വീകരണവുമായി ആനയിച്ചു കൊണ്ടുവരുന്ന ഒരു കാഴ്ച. അതെ, അത് ഭദ്ര, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഒരു 10:10 കൂടിയാണ് സ്വരാജ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അവിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 4 മണിയോടുകൂടിയാണ് ഈ റോഡ് ഷോ ആരംഭിക്കുന്നത്. പക്ഷേ ഈ റോഡ് ഷോ പ്രഖ്യാപിച്ചിട്ടുള്ള LDFന്റെ റോഡ് ഷോ ഉച്ചയ്ക്ക് ശേഷമാണെന്ന് അറിയാമെങ്കിൽ കൂടിയും ഈ സ്വരാജിനെ കാണുവാനും ആവേശത്തോടെ എതിരേൽക്കുവാനും അവിടെ കൂടിയ ആളുകളും ആ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സ്വരാജിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നത് അവിടെ തന്നെ ഈ പ്രചാരണ റോഡ് ഷോ ആരംഭിച്ചു എന്നായിരുന്നു. അത്രയധികം ആളുകളാണ് ഇന്ന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ എതിരേൽക്കുവാനും കാണുവാനും ആവേശത്തോടെ അഭിവാദ്യം അർപ്പിക്കുവാനും വേണ്ടിയിട്ടൊക്കെ എത്തിയത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വിശദമായ ഒരു റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം. ഷൊർണൂർ നിലമ്പൂർ റോഡ് പാസഞ്ചർ ട്രെയിൻ മെല്ലെ മെല്ലെ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. സമയം രാവിലെ 10:30. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും പ്ലാറ്റ്ഫോമുകളിലും പൂഴി വീഴാനിടമില്ലാത്ത തരത്തിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു. പ്രിയങ്കരനായ എം സ്വരാജിനെ കണ്ടതോടെ 1000 കൈകൾ ഒരേ താളത്തിൽ ഉയർന്നു പൊങ്ങി. ഒരേ ശബ്ദത്തിൽ അവർ സ്വരാജിന് സ്വാഗതമോദി. സഖാവ് കുഞ്ഞാലിയുടെ മണ്ണിനെ വീണ്ടും ചുവപ്പിക്കാൻ നിറഞ്ഞ ചിരിയോടെ മതേതര ബോധ്യത്തോടെ സ്വരാജ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഏറെ ആവേശത്തോടെ ഒഴുകിയെത്തിയ ഒരു വലിയ ജനാവലിയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസത്തെ വാനോളം ഉയർത്തുന്ന ഒരു മഹാജനസഞ്ചയമാണ്. അതിലേറ്റവും പ്രത്യേകതയാർന്ന കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമല്ല, വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുള്ളവർ, പരമ്പരാഗതമായി അത്തരം നിലപാടിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ള എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരുപാട് പേരെ ഞാൻ ഈ കൂട്ടത്തിൽ കണ്ടു. തുടർന്ന് 10,000 അണിനിരന്ന റോഡ് ഷോ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യരും CPIM നേതാക്കളും ഇന്നലെ മുതൽ തന്നെ നിലമ്പൂരിലേക്ക് എത്തിത്തുടങ്ങി. UDF ക്യാമ്പുകളിൽ മ്ലാനതയും ആശങ്കയും സമ്മാനിച്ചാണ് LDF സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ അവസാനിച്ചത്. ടീം കൈരളി ന്യൂസ്, നിലമ്പൂർ.